മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് ബെന്നി പി നായരമ്പലം. 1993 റിലീസായ കൗശലം എന്ന ചിത്രത്തിലൂടെയാണ് ബെന്നി തിരക്കഥാ ലോകത്തെത്തിയത്. ചട്ടമ്പിനാട്, ചാന്ത് പൊട്ട്, തൊമ്മനും മക്കളും, ചോട്ടാ മുംബൈ, അണ്ണൻ തമ്പി തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ബെന്നി തിരക്കഥയൊരുക്കി. സാറാസ് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. മലയാളത്തിലെ മികച്ച നടന്മാരിലൊരാളായ രാജൻ പി ദേവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ബെന്നി പി നായരമ്പലം. സിനിമയിൽ തനിക്ക് ഒരുപാട് ബഹുമാനമുണ്ടായിരുന്ന നടനായിരുന്നു രാജൻ പി ദേവ് എന്ന് ബെന്നി പറഞ്ഞു. അസുഖബാധിതനായിരിക്കുന്ന സമയത്തും അദ്ദേഹം ഓടി നടന്ന് സിനിമകൾ ചെയ്യുമായിരുന്നെന്നും അത് കണ്ട് തനിക്ക് ടെൻഷനാകുമെന്നും ബെന്നി കൂട്ടിച്ചേർത്തു. വിശ്രമിക്കാൻ താൻ ആവശ്യപ്പെടുമെന്നും എന്നാൽ വീട്ടിലിരുന്നാലാണ് കൂടുതൽ രോഗിയാവുന്നതെന്ന് രാജൻ പി ദേവ് മറുപടി നൽകിയെന്നും ബെന്നി പി നായരമ്പലം പറഞ്ഞു. ചട്ടമ്പിനാടിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം തന്നെ വിളിച്ചെന്നും ആ സിനിമയിലേക്ക് വേഷമില്ലാത്തത് എന്താണെന്ന് ചോദിച്ചെന്നും ബെന്നി കൂട്ടിച്ചേർത്തു. പൊള്ളാച്ചിയിലാണ് ഷൂട്ടെന്നും അവിടം വരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേണ്ടെന്ന് വെച്ചെന്ന് മറുപടി നൽകിയെന്നും ബെന്നി പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കസേരയിലിരിക്കുന്ന ഒരു ഗുണ്ടയുടെ കഥാപാത്രത്തെ രാജൻ പി ദേവിന് ഉണ്ടാക്കിയെന്ന് ബെന്നി കൂട്ടിച്ചേർത്തു. എന്നാൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപോയെന്നും ബെന്നി പി നായരമ്പലം പറഞ്ഞു. സിനിമയിൽ എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള നടന്മാരിൽ ഒരാളാണ് രാജൻ പി ദേവ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. എന്നിട്ടും അതൊന്നും വകവെക്കാതെ ഓടി നടന്ന് സിനിമകൾ ചെയ്യുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഞാൻ പുള്ളിയോട് വിശ്രമിക്കാൻ പറയും. എടാ വയ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നാൽ കൂടുതൽ രോഗിയാവും. അതിനു പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചട്ടമ്പിനാടിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഞാനിരുന്നത്. ഒരു ദിവസം രാജൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചട്ടമ്പിനാടിൽ എന്തെങ്കിലും വേഷമുണ്ടോ, നീയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. പൊള്ളാച്ചിയിലാണ് ഷൂട്ടെന്നും അവിടം വരെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നും ചോദിച്ചു. അതിലൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വേണ്ടി ഒരു ക്യാരക്ടർ ഉണ്ടാക്കി. കസേരയിലിരിക്കുന്ന പഴയ ഗുണ്ട എന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. പക്ഷേ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ വിട്ടുപോയി. ആ വേഷം പിന്നീട് ജനാർദ്ദനൻ ചേട്ടൻ ചെയ്തു. ബെന്നി പി നായരമ്പലം പറഞ്ഞു.